ആമസോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ എന്ന പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഭാഗവും മടങ്ങും. ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി പേജ് നമ്പർ 32-33 പഠന പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നോക്കൂ, ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 1/4 കിലോഗ്രാമാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം, ഇത്തരം 15 കട്ടകളുടെ ഭാരം എത്ര കിലോഗ്രാമാണ്? രണ്ടാമത്തെ ചോദ്യം, 16 കട്ടകളുടെ ഭാരമോ? ഇനി നമുക്ക് അതിലെ ഇംഗ്ലീഷ് ചോദ്യം പരിചയപ്പെടാം. An iron block weighs 1/4 kilogram. First question, what is the weight of 15 such blocks? Second question, what about 16 blocks? ഓക്കെ, ഇത് കാണുക എന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നോക്കൂ, ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം അഥവാ വെയ്റ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് ഈക്വൽ ടു 1/4 കിലോഗ്രാം. അഥവാ ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് 1/4 കിലോഗ്രാമാണ്. നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇത്തരം 15 കട്ടകളുടെ ഭാരം എത്ര കിലോഗ്രാമാണ് എന്നാണ്. അഥവാ 15 കട്ടകളുടെ ഭാരം സമം 1/4 മടങ്ങ്. വെയ്റ്റ് ഓഫ് 15 ബ്ലോക്സ് ഈക്വൽ ടു 15 ടൈംസ് 1/4. 1/4 മടങ്ങാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. നോക്കൂ, കാണുന്ന വിധം നോക്കൂ. 1/4 ഇൻറ്റു 15, 1 ഗുണിക്കണം 15, നമുക്ക് ലഭിക്കുക 15. 15/4 എന്ന് നമുക്ക് ലഭിക്കും. ഇനി നോക്കൂ, ഇവിടെ 15നെ 4 കൊണ്ട് ഹരിക്കണം. ഇങ്ങനെ 15നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം നമുക്ക് 3 ലഭിക്കും. ശിഷ്ടം 3 ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് ആൻസർ ലഭിച്ചു. 15 കട്ടകളുടെ ഭാരം 3/4 കിലോഗ്രാം. 3 കിലോഗ്രാം. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നൽകിയിരിക്കുന്നത് 16 കട്ടകളുടെ ഭാരമോ? വാട്ട് അബൌട്ട് 16 ബ്ലോക്സ്? ഇവിടെ നമ്മൾ കാണേണ്ടത് 16 കട്ടകളുടെ ഭാരമാണ് നമ്മൾ കാണേണ്ടത്. അതായത് 1/4 16 മടങ്ങാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 16 ടൈംസ് 1/4. അപ്പോൾ നമുക്ക് കാണാം 1/4 16 മടങ്ങ് എന്ന് പറയുന്നത് 1/4 ഗുണിക്കണം 16. അപ്പോൾ നമുക്ക് ലഭിക്കും 16/4. 16/4 എന്ന് പറഞ്ഞാൽ 16നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 4. അപ്പോൾ 16 കട്ടകളുടെ ആകെ ഭാരം എന്ന് പറയുന്നത് 4 കിലോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും 5 സമഭാഗങ്ങളായി മുറിച്ചു. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര മീറ്ററാണ്? അതിലെ രണ്ടാമത്തെ ചോദ്യം, ഇത്തരം 4 കഷ്ണങ്ങളുടെ ആകെ നീളം എത്ര മീറ്ററാണ്? മൂന്നാമത്തെ ചോദ്യം നോക്കൂ, 10 കഷ്ണങ്ങളായാലോ? ഇനി നമുക്ക് ഇതിലെ ഇംഗ്ലീഷ് ചോദ്യം പരിചയപ്പെടാം. Each of some iron rods of length 2 meters is cut into 5 equal pieces. First one, what is the length of each piece? Second question, what is the total length of 4 such pieces? Then third question, what about 10 such pieces? നോക്കൂ, 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ. അതിൽ ഒരു കമ്പി എടുത്ത് 5 സമഭാഗങ്ങളായി മുറിക്കുകയാണ്. സ്ക്രീനിലേക്ക് നോക്കൂ, മുറിക്കുന്നത് നോക്കൂ. ഇതിൽ ഒരു കമ്പി ഞാൻ മാറ്റിവെച്ചു. നമ്മൾ കാണേണ്ടത് ഒന്നാമത്തെ ചോദ്യം നമുക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര മീറ്ററാണ്? ഇവിടെ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എന്ന് പറയുന്നത് 2 മീറ്ററിൻ്റെ 5ൽ 1 ഭാഗമായിരിക്കും. അതായത് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഈക്വൽ ടു 1/5 ഓഫ് 2 meters.
ഇവിടെ നമ്മൾ മനസ്സിലാക്കുക 2 മീറ്റർ നീളമുള്ള കമ്പി 5 തുല്യ ഭാഗങ്ങളാക്കിയിട്ടാണ് മാറ്റുന്നത്. 5 സമഭാഗങ്ങളായാണ് മുറിക്കുന്നത്. അപ്പോൾ അതിലെ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എന്ന് പറയുന്നത് 2 മീറ്ററിൻ്റെ 5ൽ 1 ഭാഗമായിരിക്കും. അഥവാ അത് കാണേണ്ടത് 2 ഗുണിക്കണം 5ൽ 1. സ്ക്രീനിലേക്ക് നോക്കൂ. 2 ഗുണിക്കണം 5ൽ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ 5ൽ 2 മീറ്റർ. ഇവിടെ നോക്കൂ, 2 ഗുണിക്കണം 1 2. നമ്മളെ ഛേദം 5 ആണ്. ആ ഛേദം നമ്മൾ അവിടെ എഴുതി, അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് ലഭിച്ച ആൻസർ 5ൽ 2 മീറ്റർ. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഇത്തരം 4 കഷ്ണങ്ങളുടെ ആകെ നീളം എത്ര മീറ്ററാണ്? What is the total length of 4 such pieces? നോക്കൂ, ഇവിടെ 4 കഷ്ണങ്ങളുടെ ആകെ നീളമാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് തൊട്ടു മുന്നേ ലഭിച്ചു, ഓരോ കഷ്ണത്തിൻ്റെയും നീളം നമുക്ക് ലഭിച്ചു 5ൽ 2 മീറ്റർ എന്ന്. ഇവിടെ നമ്മൾ കാണേണ്ടത് 4 കഷ്ണങ്ങളുടെ ആകെ നീളമാണ്. ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ്. 5ൽ 2ൻ്റെ 4 മടങ്ങാണ് നമ്മൾ കാണേണ്ടത്. ക്രിയ ചെയ്യുന്നത് നോക്കൂ. 5ൽ 2 ഗുണിക്കണം 4 അഥവാ 2/5 ഇൻറ്റു 4. 2 ഇൻറ്റു 4 നമുക്ക് ലഭിക്കും 8 എന്ന് ലഭിക്കും. 2 ഗുണിക്കണം 4 നമുക്ക് ലഭിക്കുക 8 ആണ്. അപ്പോൾ 8/5. ഇനി ഇവിടെ നമ്മൾ ക്രിയ ചെയ്യണം. ഇത്രയും സന്ദർഭങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കുക, അംശം വലുതാണ് വരുന്നത് എങ്കിൽ നമ്മൾ 8നെ 5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഹരണഫലം 1ഉം ശിഷ്ടം 3ഉമായിരിക്കും ലഭിക്കുക. അപ്പോൾ ആൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും 1/3/5. 1ഉം 5ൽ 3ഉം. അപ്പോൾ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. 4 കഷ്ണങ്ങളുടെ ആകെ നീളം എന്ന് പറയുന്നത് 1/3/5 മീറ്റർ. 1ഉം 5ൽ 3 മീറ്ററുമായിരിക്കും ഇതിന് ആൻസറായിട്ട് ഉണ്ടാവുക. ഇനി നമുക്ക് അതിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. 10 കഷ്ണങ്ങളായാലോ? വാട്ട് അബൌട്ട് 10 സച്ച് പീസസ്? നമുക്കറിയാം ഓരോ കഷ്ണത്തിൻ്റെയും നീളം 5ൽ 2 മീറ്റർ ആണ്. അപ്പോൾ 10 കഷ്ണങ്ങളുടെ ആകെ നീളം എന്ന് പറയുന്നത് 5ൽ 2ൻ്റെ 10 മടങ്ങായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് 5ൽ 2ൻ്റെ 10 മടങ്ങാണ് നമ്മൾ കാണേണ്ടത്. അഥവാ 2/5 ഗുണിക്കണം 10. അപ്പോൾ നമുക്ക് ലഭിക്കും 2 ഗുണിക്കണം 10 20. 20/5 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ ലഭിക്കും 4. അപ്പോൾ 10 കഷ്ണങ്ങളുടെ ആകെ നീളം, ടോട്ടൽ ലെങ്ത് ഓഫ് 10 പീസസ് ഈക്വൽ ടു 4 മീറ്റർ. 4 മീറ്റർ ആയിരിക്കും 10 കഷ്ണങ്ങളുടെ ആകെ നീളം ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. 5 ലിറ്റർ പാൽ നിറച്ച കുറേ പാത്രങ്ങൾ. ഓരോ പാത്രത്തിലെയും പാൽ ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട്? ഇത്തരം 3 കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ പാലുണ്ട്? മൂന്നാമത്തെ ചോദ്യം, 12 കുപ്പികളിലോ? ഇനി ഇതിലെ ഇംഗ്ലീഷ് ചോദ്യം നമുക്ക് പരിചയപ്പെടാം. There are some cans each containing 5 liters of milk. The milk in each vessel is used to fill 6 identical bottles. First question, how much milk is there in each bottle? Second question, how much milk in 3 such bottles? Then third question, in 12 bottles. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചോദ്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 ലിറ്റർ പാൽ നിറച്ച കുറേ പാത്രങ്ങളുണ്ട്. ഓരോ പാത്രത്തിലെയും പാൽ ഒരേപോലെയുള്ള 6 കുപ്പികളിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം. അതാണ് അതിലെ ഒന്നാമത്തെ പ്രവർത്തനം. ഇവിടെ നോക്കൂ, 5 ലിറ്റർ പാൽ ഒരേപോലെയുള്ള 6 കുപ്പികളിലാണ് നിറക്കുന്നത്. അപ്പോൾ
ഓരോ കുപ്പിയിലുമുള്ള പാൽ എന്ന് പറയുന്നത്, അതായത് മിൽക്ക് ഈസ് ദർ ഇൻ ഈച്ച് ബോട്ടിൽ, ഓരോ കുപ്പിയിലുമുള്ള പാൽ എന്ന് പറയുന്നത് 5 ലിറ്ററിൻ്റെ 1/6 ഭാഗമായിരിക്കും. അഥവാ 5 ഗുണിക്കണം 1/6, 5 ഇൻറ്റു 1/6 നമുക്ക് ലഭിക്കും 5/6. 5 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്നത്, ഇത്തരം 3 കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ പാലുണ്ട്? നമ്മൾ കണ്ടെത്തി ഓരോ കുപ്പിയിലുമുള്ള പാൽ എന്ന് പറയുന്നത് 5/6 ലിറ്ററാണ്. ആകെ 3 കുപ്പിയിൽ ഉള്ള പാലാണ് നമ്മൾ കാണേണ്ടത്. അഥവാ 5/6ൻ്റെ 3 മടങ്ങ് നമ്മൾ കാണണം. അതായത് 5/6 ഗുണിക്കണം 3, നമുക്ക് ലഭിക്കുന്ന ആൻസർ 5 ഗുണിക്കണം 3 15, 15/6 എന്ന് ലഭിക്കും. 15/6 എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, അതായത് 15നെ 6 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഹരണഫലം 2ഉം ശിഷ്ടം 3ഉമാണ്. അപ്പോൾ നമുക്ക് എഴുതാം 2 3/6 എന്നെഴുതാം. ഇനി നോക്കൂ, 3/6നെ നമുക്ക് ചെറിയ ഭിന്നമാക്കി 1/2 എന്നെഴുതാം. അപ്പോൾ എഴുതിയിരിക്കുന്നത് നോക്കൂ, 1/2 ലിറ്റർ അഥവാ 2.5 ലിറ്റർ പാലാണ് 3 കുപ്പികളിലായിട്ട് ആകെ ഉണ്ടാവുക. ഇനി നോക്കൂ, അടുത്ത ചോദ്യം, 12 കുപ്പികളിലുള്ള ആകെ പാലിൻ്റെ അളവാണ് അടുത്തത് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് മിൽക്ക് ഈസ് ഇൻ 12 ബോട്ടിൽസ്. നോക്കൂ, ഒരു കുപ്പിയിലുള്ള പാലിൻ്റെ അളവ് നമ്മൾ കണ്ടെത്തി 5/6. അങ്ങനെയുള്ള 12 കുപ്പികൾ ആകെ എത്ര പാലാണ് ഉണ്ടാവുക എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 5/6ൻ്റെ 12 മടങ്ങ് നമ്മൾ കാണണം. 5/6 ഗുണിക്കണം 12 എന്ന് പറയുമ്പോൾ 60/6 എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. 16/6 സമം നമുക്ക് ലഭിക്കുന്ന ആൻസർ 10 ലിറ്റർ. അഥവാ 12 കുപ്പികളിലുള്ള ആകെ പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 10 ലിറ്ററാണ്.